ആഫ്രിക്കയിൽ ഒരു മിഷണറി അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൂടെ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ മേൽ അഭിഷേകത്തിന്റെ കാറ്റാഞ്ഞടിച്ചു. 10,000 മാനസാന്തരപ്പെട്ടു. ജനം കൂട്ടം കൂട്ടമായി യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തുടങ്ങി. അനേക കുടുംബങ്ങളിൽ സമാധാനമുണ്ടായി. മന്ത്രവാദികളും കൂടോത്രക്കാരും ആഭിചാരക്കാരും സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് അവരെല്ലാം പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് അവർ സുവിശേഷ വേലക്കാരായി സമർപ്പണം ചെയ്യപ്പെട്ടു. ഇത് 1-2 അനുഭവങ്ങളാണ് ദൈവമക്കൾ. അങ്ങനെ ഈ ആഫ്രിക്കയിൽ കുടിൽ വ്യവസായമാണ് ഈ മന്ത്രവാദം കൂടോത്രവും. അവരൊരു തീരുമാനമെടുത്തു, ഈ മിഷണറിയെ നമുക്ക് അടിച്ച് കളയണം, തകർത്ത് കളയണം. അങ്ങനെ നൈജീരി എന്ന് പറയുന്ന പട്ടണത്തിൽ, രാജ്യത്ത് അവിടെ മുഖ്യ പട്ടണത്തിൽ ജനലക്ഷങ്ങൾ തടിച്ചുകൂടുകയാണ് കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം കേൾക്കാനായിട്ട്. ജനലക്ഷങ്ങളാണ് ദൈവമക്കളെ. തലേ രാത്രിയിൽ കൺവെൻഷൻ നടക്കുന്ന തലേ രാത്രി പരിശുദ്ധാത്മാവ് തന്റെ ദാസനോട് പറഞ്ഞു, മകനേ നീ ഭയപ്പെടേണ്ട. സാത്താൻ ഇങ്ങനെ കെണികൾ വെച്ചിട്ടുണ്ട്. ആ കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ 4 കോർണറുകളിൽ മന്ത്രം ജപിച്ച് അഭിചാര ക്രിയ നടത്തി ആ ശുശ്രൂഷ അലങ്കോലമാക്കാൻ മന്ത്രവാദികൾ വന്നിരിക്കുന്നു. അവിടെ കയ്യിൽ നല്ല വിഷപ്പാമ്പുകളുണ്ട്. കൺവെൻഷൻ അങ്ങനെ അഭിഷേകത്തിൽ ഇരമ്പി നിൽക്കുമ്പോൾ ജനക്കൂട്ടത്തിലേക്ക് ഈ വിഷപ്പാമ്പുകളെ ഇളക്കി വിട്ട് ജനത്തെ ഭയപ്പെടുത്തി കൺവെൻഷനാകെ അലങ്കോലമാക്കി നശിപ്പിച്ച് കളയാൻ. പിന്നെ ഇതുപോലെ 2 പ്രാവശ്യം വന്ന പിന്നെ ആരും കൺവെൻഷന് വരാതിരിക്കും. എന്നാൽ പിശാചിന്റെ ഈ ട്രാപ്പ് സാത്താൻ വെക്കുന്ന, എൻ്റെ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ ABCD പിശാചിന് അറിയത്തില്ല. അവനൊരു പൊട്ടനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ മണ്ടൻ ബുദ്ധിക്ക് കർത്താവിന്റെ അക്ഷരമാല അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മ പറഞ്ഞു കൊടുത്തു, നീ പേടിക്കേണ്ട മകനെ. നീ ആ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോ നീ ആത്മാവിൽ നിറഞ്ഞ് ഒരു ഹല്ലേലൂയ അങ്ങ് പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ കൂട്ടായ്മ, അഭിഷേകത്തിന്റെ ശക്തി. ഇദ്ദേഹം പിറ്റേ ദിവസം ജനലക്ഷങ്ങൾ വന്നിരിക്കുകയാണ് കൺവെൻഷന്. ആ സ്റ്റേജിൽ കയറി കർത്താവിന്റെ വചനം കൈകളിലെടുത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ എന്ന് പറയുന്ന നിമിഷത്തില് 2000 വർഷങ്ങൾക്ക് മുമ്പ് സെഗിയോൻ മാളികയിലേക്ക് തീ സാന്നിധ്യമായി, കൊടുങ്കാറ്റിന്റെ സാന്നിധ്യമായി സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ആ ജനലക്ഷങ്ങളുടെ മേൽ ആത്മശക്തി വ്യാപരിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൺവെൻഷൻ പന്തലിലെ 4 മൂലകളിൽ കോർണറുകളിൽ മന്ത്രം ജപിച്ചിരുന്ന മന്ത്രവാദികളിലേക്ക് ആത്മാവിന്റെ തീ ഇറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയൂ? ഇവർക്ക് ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടാതെ പെടയാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഈ കളി തീരോടാണ്, ഇത് തീക്കളിയാണ്. വിവരം പറയും. അവര് ആ പരിപാടി അവിടെ നിർത്തി. അവർക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അവിടെ ഏറ്റവും ഒരു കൊടും മന്ത്രവാദി അടുത്തൊരു കൺവെൻഷന് വേണ്ടി വരികയാണ്. അത് ചുമ്മാ വെച്ച് കെട്ടി പറയില്ല ദൈവമക്കളെ. ഇതുപോലെ സംഭവിച്ചു. ഞാൻ സമയക്കുറവുണ്ട്, ഷോർട്ടായിട്ട് പറയാണ്. ഇതുപോലെ കൺവെൻഷൻ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി വന്നു ആ മനുഷ്യന്റെ മേലെ. എന്താ സംഭവിച്ചെന്നാണ്, ജനക്കൂട്ടത്തിനിടയിലൂടെ പാമ്പ് എഴഞ്ഞ് വരുന്നത് പോലെ തലയോട്ടികളും ഇങ്ങനെ പല പരിപാടികളായിട്ടാണ്. ഈ വലിയ കൊടും മന്ത്രവാദിയാണ് ഈ മനുഷ്യൻ. ഇന്ന് അദ്ദേഹം വലിയൊരു സുവിശേഷ വേലക്കാരനാണ്. ആഫ്രിക്കയെ കർത്താവിന് വേണ്ടി ഇളക്കി മറയ്ക്കുന്ന കർത്താവിന്റെ ഒരു ദാസനാണ് അദ്ദേഹം. അദ്ദേഹം സ്റ്റേജിൽ കയറി വന്ന് ഈ മിഷണറി കാൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് ഇന്ന് അവന്റെ ശക്തി മനസ്സിലായി. ആരുടെ ശക്തി? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ജനലക്ഷങ്ങളുടെ മുൻപിൽ വെച്ച് ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ഏക രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു.